ഹായ്, ഇന്ന് നമുക്ക് കോട്ടയം സ്റ്റൈൽ കുടംപുളി ഇട്ട് വെച്ച നല്ലൊരു മീൻകറി ഉണ്ടാക്കാം. ഇത് ഒരാഴ്ചയോളം നമുക്ക് പുറത്ത് വെച്ചാൽ കേടാവത്തില്ല. നമ്മൾ ചൂടാക്കി വെച്ചാൽ മാത്രം മതി. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 1/2 കിലോ ചേരി മീനാണ് ഇന്ന് ഇവിടെ കറി വെക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ എടുത്തിരിക്കുക, ക്ലീൻ ചെയ്ത് 1/2 കിലോ ഉണ്ട്. 1/2 കിലോ മീന് 4 സ്പൂൺ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. അത് 1/4 ഗ്ലാസ് വെള്ളത്തിൽ നമ്മളിങ്ങനെ പേസ്റ്റ് പോലെ ആക്കിയതാണ്. വെള്ളത്തിൽ കലക്കി വെച്ചത് ഇങ്ങനെ ആക്കിയത്. ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ കരിഞ്ഞൊന്നും പോകത്തില്ല ഇങ്ങനെ ചെയ്താൽ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പേസ്റ്റ് പോലെ ആക്കുന്നത്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയായിരിക്കും നല്ലത് മീൻകറിക്ക്. 1 കുടം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 15 ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലോട്ട് ഒരു 10-20 ഉലുവ. കടുകും ഉലുവയും പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി എല്ലാം ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ ഈ പേസ്റ്റ് ആക്കി വെച്ച മുളകിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവ പൊടിച്ചത്, വറുത്ത ഉലുവ പൊടിച്ചെടുത്തതാണേ. ഇനി ഇത് ഫ്ലെയിം കുറച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ കുത്തമണോ മുളകിൻ്റെ എല്ലാം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. ഇപ്പം മുളക് പൊടിയെല്ലാം നല്ല മൂത്ത് നല്ല അത് എണ്ണ തെളിഞ്ഞ് വരാറാവുന്നുണ്ട്. അത്രയും നേരവും നമ്മളത് നന്നായിട്ട് വഴറ്റണം. ഇപ്പം മീൻകറിക്കാണെങ്കിൽ കളറും ഒക്കെ നല്ലതായിട്ടുണ്ട്. ഇനിയും 4 കുടംപുളി നമ്മൾ കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളമാണ്. വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഇനി നമുക്ക് മീൻകറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. അരപ്പിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് അതിലോട്ട് ഓരോ കഷ്ണം മീൻ പെറുക്കിയിട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തവിയും കൊണ്ട് ചെറുതായിട്ട് ചാറിലോട്ട് ഇങ്ങനെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന പോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇനി സ്പൂണൊന്നും ഇടണ്ട, ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി ഇത് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. മീൻകറി ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മൺചട്ടിയാണ്. നമ്മൾക്കിപ്പോൾ മൺചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഇതിലുണ്ടാക്കുന്നത്. നമ്മുടെ മീൻകറി ഇപ്പം റെഡി ആയിട്ടുണ്ട്. കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇത് കണ്ട ചാറൊക്കെ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇനി നാളത്തേക്കാണ് നമ്മൾ എടുക്കുന്നത്. നാളെ ആകുമ്പോൾ ഇതൊന്നും കൂടെ നല്ല കുറുകി നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. ഇനിയും നമ്മൾ കപ്പയ്ക്ക് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നെങ്കിൽ നീട്ടി വെള്ളം ഒഴിച്ച് നീട്ടി ചാറാക്കാം, അല്ലെ ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് ചാറാക്കാം. കപ്പയ്ക്കൊക്കെ എടുക്കുവാണെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട, ഇങ്ങനെ തന്നെ എടുത്താൽ മതി. ഇതാണ് ടേസ്റ്റ്. ശരിക്കുള്ള കോട്ടയം സ്റ്റൈൽ മീൻകറി ഇങ്ങനെയാണ്. നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി ഇപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. Hope you like this video. Thank you and bye bye. See you on the next video.